അങ്ങനെ അള്ളാഹുവിലേക്ക് അടുക്കാനുള്ള ഏറ്റവും ഒരു വലിയ വഴി പറഞ്ഞു തരണമെന്ന് സയ്യിദുന അലി റളിയല്ലാഹു അൻഹു മുസ്തഫ നബിയോട് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, അലൈക ബിമുദാവമതി ദിക്രില്ലാഹ്, അള്ളാഹുവിൻ്റെ ദിക്റിൽ തന്നെ നിത്യമാകണം, ദിക്ർ പരമാവധി വർദ്ധിപ്പിക്കണം എന്ന് പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. സിർറൻ വജഹ്റാ, രഹസ്യമായും പരസ്യമായും റബ്ബിൻ്റെ ദിക്റിലായിരിക്കണം. റബ്ബിനെ പറ്റി ചിന്തിക്കുകയും പറയുകയും വേണം. അതിൽ തന്നെ വ്യാപൃതനാവണം സദാ നേരം. ഇതാണ് ഏറ്റവും വലിയ റബ്ബിലേക്ക് എത്താനുള്ള ഏറ്റവും അഖറബായ വഴി ഇതാണെന്ന് സയ്യിദുനാ മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ സയ്യിദുനാ അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇന്നി ഉരീദു അൻ തഖുസ്സനി ബിശൈഇൻ നബിയെ, പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ദിക്ർ എല്ലാവരും ചെല്ലുന്നതാണ്. അള്ളാഹിനെ പറ്റി പറയുകയും ചിന്തിക്കുകയും അള്ളാഹിനെ പറ്റി പറയുകയും അള്ളാഹിനെ പറ്റി ചിന്തിക്കുകയും ചെയ്യുന്ന കാര്യം എല്ലാവർക്കും ഉള്ളതാണ്. ഇന്നി ഉരീദു അൻ തഖുസ്സനി ബിശൈഇൻ, ഒരു കാര്യം കൊണ്ട് അങ്ങനെ പ്രത്യേകമാക്കലാണ് എൻ്റെ താല്പര്യം. ഒരു പ്രത്യേകമായ ഒരു വിഷയത്തെ എനിക്ക് പറഞ്ഞു തരലാണ് എൻ്റെ താല്പര്യം, എനിക്ക് മാത്രമായി. അതാണ് ഞാൻ അങ്ങയോട് പറഞ്ഞത് എന്ന് പുണ്യ സയ്യിദുനാ അലി പുണ്യ നബിയോട് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, قال النبي صلى الله عليه وسلم يا علي أفضل ما قلت أنا والنبيون من قبلي لا إله إلا الله. ഞാനും എൻ്റെ മുമ്പുള്ളവരും പറഞ്ഞതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ലാ ഇലാഹ ഇല്ലല്ലാഹ്. അതിൻ്റെ ഓർമ്മയാണ്, അതിൻ്റെ സംസാരമാണ്, അതിൻ്റെ ദിക്റാണ്. അതുകൊണ്ടാണ് അതിന്മേൽ ദായിമാകണമെന്ന് അതാണ് അള്ളാഹുവിലേക്കുള്ള ഏറ്റവും വലിയ, എന്നിലെ അള്ളാഹുവിലേക്കുള്ള ഏറ്റവും വലിയ അസ്ഹറു ത്വരീഖ് എന്ന് തുറുഖ് എന്ന് ഞാൻ പറയാനുള്ള കാരണം അതാണെന്ന് സയ്യിദുനാ മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആകാശങ്ങൾ ഒന്നടങ്കം, ഭൂമിയും ആകാശവും ഒന്നടങ്കം ഒരു മീസാനിന്റെ ഒരു കഫത്തുൽ മീസാനിൽ വെച്ചു. വലാ ഇലാഹ ഇല്ലല്ലാഹ് ഫീ കഫത്തിൻ ലറജഹത് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് മറ്റേ തട്ടിലും വെച്ചാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്കാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വചനത്തിനാണ് ഖനമുണ്ടാവുക, അതാണ് ഏറ്റവും മേലെയാവുക എന്ന് പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ അതിന്റെ വ്യാഖ്യാനമാണ്, അതിന്റെ അളമത്താണ് സത്യത്തിൽ ആയത്തുൽ കുർസി അറിയിക്കുന്നത്. അതാണ് അതിന്റെ മഹത്വം. ഇന്നലെ ഞാൻ പറഞ്ഞതിനെ അതിന്റെ ഒരു വഴി കൊണ്ട്, ഒരൊറ്റ വാക്ക് കൊണ്ട് ഞാൻ വിഷയത്തിലേക്ക് പ്രവേശിക്കുകയാണ്. അപ്പൊ അത് നമ്മൾ ചിന്തിക്കണം. അല്ലാഹുവിന്റെ വഹ്ദാനിയത്തിന്റെ മഹത്വം അറിയിക്കുന്ന വചനം കലിമത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നത് അള്ളാഹുവിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കലിമത്താണ്. ഇത് ഏറ്റവും പ്രധാനപ്പെട്ട ആയത്താണ്. ഖുൽ ഹുവല്ലാഹു അഹദ് തൗഹീദിന്റെ പ്രധാനപ്പെട്ട സൂറത്താണ്. അതുകൊണ്ട് അതാണ് ഇതെല്ലാം പ്രത്യേകമാകാനുള്ള കാരണം. അള്ളാഹുവിൻ്റെ വഹ്ദാനിയത്തിനെ അറിയിക്കുന്നു എന്തുകൊണ്ടാണ്? അതിൻ്റെ സൗന്ദര്യം മറ്റൊന്നിനുമില്ല. ഏറ്റവും വലിയ സൗന്ദര്യം അള്ളാഹിന്റെ വഹ്ദാനിയത്തിന്റെ സൗന്ദര്യമാണ്. അള്ളാഹു അത് അനുഭവിക്കുന്ന മറ്റൊരു ഹദീസ് ഇമാം റാസി റളിയല്ലാഹു അൻഹു തഫ്സീറുൽ കബീറിൽ പറയുന്ന ഒരു ഹദീസ്, അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം. ആയത്തുൽ കുർസിയിൽ തന്നെ അൽ ഹയ്യുൽ ഖയ്യൂം എന്ന വാക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. അൻ അലിയിൻ ഖാല ഇന്നഹു കാന യൗമ ബദരിൻ ഖാതൽതു സുമ്മ ജിഅതു ഇലാ റസൂലില്ലാഹ്. ബദർ യുദ്ധ ദിവസം ഞാൻ യുദ്ധത്തിനിറങ്ങി, പടവെട്ടി. പിന്നെ ഞാൻ എന്ത് ചെയ്തു? ഫറജഅതു ഇലൻ നബിയ്യി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സൗകര്യം കിട്ടിയപ്പോൾ ഞാൻ പുണ്യ നബിയുടെ അടുത്തേക്ക് തന്നെ തിരിച്ചു പോയി. ثم جئت إلى رسول الله صلى الله عليه وسلم انظر ما يصنع. എന്താണ് നബി ചെയ്യുന്നത് എന്നറിയാൻ വേണ്ടി ഞാൻ ബദർ യുദ്ധത്തിൽ ഒരു ഒഴിവ് കിട്ടിയ സന്ദർഭത്തിൽ ഞാൻ പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇരിക്കുന്ന കൂടാരത്തിന്റെ അരികിലേക്ക് ചെന്നതായിരുന്നു.
ഫറഅയ്തു വഹുവ സാജിദുൻ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യുദ്ധം കൊടുമ്പിൽ കൊള്ളുകയാണ് ബദറിൽ. വഹുവ സാജിദുൻ, ഹബീബ് സുജൂദിൽ കിടക്കുകയാണ്. ഫയഖൂലു യാ ഹയ്യു യാ ഖയ്യൂം, യാ ഹയ്യു യാ ഖയ്യൂം, യാ ഹയ്യു യാ ഖയ്യൂം ലാ യസിദു അലാ ദാലിക്. അതിനേക്കാൾ പറയുന്നില്ല, സുജൂദിൽ കിടക്കുകയാണ്, ആവർത്തിക്കുകയാണ്. ബദർ യുദ്ധവേള കൊടുമ്പിരി കൊള്ളുകയാണ്. ആയിരക്കണക്കായ മുശ്രിക്കിനോട് മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പാവപ്പെട്ട ഉടുതുണിക്കും അർജുണിയില്ലാതെ കസാഇൻ ഇലൽ ഹൈജാ ബിഗൈരി സിലാഹി, ആയുധമില്ലാതെ യുദ്ധത്തിലേക്ക് എടുത്തു ചാടി അവർ പടവെട്ടുകയാണ്. ആ നേരത്ത് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഹുവ സാജിദുൻ, സുജൂദിൽ കിടക്കുകയാണ്. വയഖൂലു യാ ഹയ്യു യാ ഖയ്യൂം ലാ യസിദു അലാ ദാലിക്. അതിനേക്കാൾ കൂട്ടുന്നില്ല, ആവർത്തിച്ച് അതങ്ങനെ പറയുകയാണ് പുണ്യ റസൂൽ. യാ ഹയ്യു യാ ഖയ്യൂം ثم رجعت الى القتال, പിന്നെ ഞാൻ യുദ്ധത്തിലേക്ക് മടങ്ങി. ഫഖാതൽതു, പിന്നെയും യുദ്ധം ചെയ്തു. ഒരൽപ്പം ഇടവേള കിട്ടിയപ്പോൾ ഫറജഅതു ഇലാ റസൂലില്ലാഹ് മറത്തൻ സാനിയ, പിന്നെയും ഹബീബിന്റെ അടുത്തേക്ക് മടങ്ങി. എന്തിന്? മാദാ യസ്നഉ, ഹബീബ് എന്താണ് ചെയ്യുന്നത്? ഹബീബ് എന്താ സല്ലല്ലാഹു അലൈഹി വസല്ലം ജിഇതു ലി അൻദുറ മാദാ യസ്നഉ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. പുണ്യ നബി എന്താ ചെയ്യുന്നതെന്ന് അറിയാൻ വേണ്ടി വീണ്ടും തമ്പിലേക്ക് ഞാൻ യുദ്ധത്തിന്റെ ഒരിടവേള കിട്ടിയപ്പോൾ പിന്നെയും ഞാൻ തമ്പിലേക്ക് നടന്നു. റഅയ്തു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പോഴും ഞാൻ ഹബീബിനെ കണ്ടു. വഹുവ സാജിദുൻ, അവിടുന്ന് സുജൂദിൽ കിടക്കുകയാണ്. ഫയഖൂലു യാ ഹയ്യു യാ ഖയ്യൂം, യാ ഹയ്യു യാ ഖയ്യൂം. പിന്നെയും ആവർത്തിക്കുകയാണ് പുണ്യ റസൂൽ. പിന്നെ ഞാൻ അങ്ങനെ അദ്ഹബു അർജിഉ, ഞാൻ പോകും, ഞാൻ മടങ്ങും, ഞാൻ ചെല്ലും, ഞാൻ മടങ്ങും. പിന്നെ കേൾക്കണേ, ഈ ഹദീസ് വളരെ ഗൗരവമായ ഹദീസാണ്. പിന്നെ ഞാൻ മടങ്ങും, പിന്നെ പോയിട്ട് യുദ്ധം ചെയ്യും, പിന്നെ ഞാൻ മടങ്ങും ഹബീബിന്റെ അടുത്തേക്ക്. നബി എന്താ ചെയ്യുന്നത്? വഹുവ സാജിദുൻ, അപ്പോഴും ഹബീബ് സുജൂദിലാണ്. യഖൂലു യാ ഹയ്യു യാ ഖയ്യൂം, അപ്പോഴും ഹബീബ് സുജൂദിൽ കിടന്ന് യാ ഹയ്യു യാ ഖയ്യൂം, യാ ഹയ്യു യാ ഖയ്യൂം, യാ ഹയ്യു യാ ഖയ്യൂം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക പുണ്യ റസൂൽ. ഫലാ അസാലു അദ്ഹബു വഅർജിഉ വഅൻദുറു ഇലൈഹി വകാന ലാ യസീദു അലാ ദാലിക്. നിങ്ങൾ ചിന്തിക്കണേ. യാ ഹയ്യു യാ ഖയ്യൂം, അപ്പോൾ ബദർ യുദ്ധത്തിൽ വിജയമുണ്ടാക്കിയിരിക്കുകയാണ്. യാ ഹയ്യു യാ ഖയ്യൂം, യാ ഹയ്യു യാ ഖയ്യൂം, യാ ഹയ്യു യാ ഖയ്യൂം, യാ ഹയ്യു യാ ഖയ്യൂം. ഭയങ്കര. ഫലാ അസാലു അർജിഉ വഅദ്ഹബു, ഞാൻ പോവുകയും പിന്നെയും മടങ്ങി വരികയും ചെയ്തുകൊണ്ടിരുന്നു. റഅയ്തു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം വഹുവ സാജിദുൻ വലാ യസീദു അലാ ദാലിക്. ഹബീബ് പിന്നെയും സുജൂദിലാ. അത് ഹബീബ് പിന്നെ മടക്കി പറഞ്ഞുകൊണ്ടിരിക്കുകയാ. അല്ലാഹു വിജയം തരുന്നത് വരെ ഹബീബ് ഈ വചനം സുജൂദിലുള്ള ദിക്റും ആവർത്തിച്ചുകൊണ്ടേയിരുന്നു പുണ്യ റസൂൽ. ഇലാ അൻ ഫതഹ അല്ലാഹ്. ഇമാം റാസി യാ ഹയ്യു യാ ഖയ്യൂമിന്റെ വ്യാഖ്യാനത്തിൽ ഇമാം റാസി റളിയല്ലാഹു അൻഹു തഫ്സീറുൽ കബീറിൽ ഇത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഹബീബിന അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം, അവനാണ് ജീവിക്കുന്നവൻ, അവൻ ഹയ്യാണ്, അവനാണ് ജീവിക്കുന്നവൻ, അവനാണ് സത്യത്തിൽ ജീവിക്കുന്നവൻ, അവനാണ്. കാരണം ഞാൻ പറഞ്ഞല്ലോ ഇന്നലെ അവസാനം നിർത്തിയപ്പോൾ, സയ്യിദുനാ അസ്റായീൽ പോലും മരിച്ചു. എല്ലാവരും കുല്ലു മൻ അലൈഹാ ഫാൻ വയബ്ഖാ വജ്ഹു റബ്ബിക ദുൽ ജലാലി വൽ ഇക്റാം. എല്ലാവരും മരണത്തിന്റെ രുചി അറിയും. അപ്പോൾ പിന്നെ ഹയ്യ് എന്ന് പറയാവുന്നത്, ഹയ്യ് എന്നത് അല്ലാഹുവാണ്, അവനാണ് യഥാർത്ഥത്തിൽ ഹയ്യ്, അവനാണ്. പിന്നെ ആരാ? അല്ലാഹു ഖയ്യൂമാണ് അല്ലാഹു. സ്വയം നിലനിൽക്കുന്നവനും മറ്റുള്ളവനെ നിയന്ത്രിച്ച് നിലനിർത്തിപ്പോരുന്നവനുമാണ് അല്ലാഹു.
നീ ആ റഹ്മത്തിൽ നിന്ന് ഞങ്ങൾക്കും നൽകണമേ പഠിച്ചു.